ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് 2 വാൾ ഡെക്കോർ ഐഡിയാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് CD ആണ്. CD ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ കാർഡ് ബോർഡ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ CDമ്മ വൈറ്റ് കളർ 2 കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ പിങ്ക് കളർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അടുത്ത് 2 കോട്ട് അടിച്ചിട്ടുണ്ട് വൈറ്റ്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ബ്ലൂ കളർ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു വയലറ്റ് കളറാണിത്. കുറച്ച് ഡാർക്ക് വയലറ്റാണ്. അത് ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അതിന് ശേഷം ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതിന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതും ഞാനിങ്ങനെ റെഡ് ഹാർട്ട് വരച്ചെടുക്കുകയാണ്. റെഡ് ഹാർട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ടും വരച്ചെടുക്കാം. അതിന് ശേഷം ഞാനിവിടെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബലൂൺ പോലെ ഇങ്ങനെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. മുകൾക്കും അടിയിലോട്ടും ആയിക്കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ അടുത്തേം ഞാൻ ചെയ്യുന്നത് ഒരു ക്ലൗഡാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലൗഡ് അങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ ഫുള്ളായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഐഡിയ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് ഉണ്ട്. പിൻട്രസ്റ്റിലും കിട്ടും, യൂട്യൂബിലും കിട്ടും. യൂട്യൂബിൽ CD പെയിൻറ്റിങ് അടിച്ചെടുത്താലും പിൻട്രസ്റ്റിൽ CD പെയിൻറ്റിങ് അടിച്ചെടുത്താലും കിട്ടും. പിന്നെ ഇതും ഞാനൊരു വൈറ്റ് കളറാണ് അടിച്ചെടുക്കുന്നത്. വൈറ്റ് ഫ്ലവർ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഫുള്ള് വരച്ചെടുത്തതിന് ശേഷം യെല്ലോ ഡോട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം കേട്ടോ. അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് യെല്ലോ ഡോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള CD പെയിൻറ്റിങ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഹാർട്ടിൻ്റെ ആണ് കേട്ടോ. പിങ്കും ഹാർട്ടായിട്ടുള്ളതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വാൾ പോസ്റ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ പിങ്ക് കളറാണ് കേട്ടോ. ഫുള്ളും പിങ്ക് കളറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വാൾ പോസ്റ്റർ യൂട്യൂബിലുണ്ടാവും. എന്നാലും പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അതിൽ കുറച്ചും പാട് എസ്തറ്റിക് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പിൻട്രസ്റ്റിൽ എടുത്താൽ ഇങ്ങനത്തെ കുറേ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഹാർട്ടിൻ്റെ കളേഴ്സ് പലതും ഉള്ളതൊക്കെ ഉണ്ടാവും. അങ്ങനെ വാൾ പോസ്റ്റർ പലതും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് കളറിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് ഒരു കുറച്ച് ഡാർക്ക് പിങ്കാണ്. ഇത് ലൈറ്റായിരുന്നു, പക്ഷെ ഉണങ്ങി വരുമ്പോഴേക്കിന് ഡാർക്ക് ആവും കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് വൈറ്റ് ഫ്ലവർ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മോഡലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് പിങ്കാണ് കേട്ടോ. ഇതും കുറച്ച് ലൈറ്റ് പിങ്കാണിത്. ഇത് കുറച്ച് ലൈറ്റാണ്. പിന്നെ അതിന് നമ്മളിങ്ങനെ റെഡ് കളർ വെച്ചിട്ട് ഹാർട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഹാർട്ട് ഇങ്ങനെ ഫുള്ളായിട്ടും വരച്ചെടുക്കുക. പിന്നെ ഇത് വരച്ചെടുത്തതിന് ശേഷം കുറച്ച് ലൈറ്റ് പിങ്ക് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഹാർട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാൾ പോസ്റ്റർ. അപ്പോൾ ഇതിൽ ഈ 2 ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോയിൽ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. ബാക്കി 3 ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാൾ പോസ്റ്റർ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഹാർട്ടിൻ്റെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു പിക്ചറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് പറഞ്ഞത് 3 കളർ വെച്ചിട്ടാണ്. അതായത് പിങ്ക് തന്നെയാണ്, കുറച്ച് ലൈറ്റ് പിന്നെ കുറച്ച് ഡാർക്ക് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഈ ഒരു ഹാർട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ആ ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഈ അടുത്ത് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല.
ഇനി നമുക്ക് നമ്മുടെ CD ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഡബിൾ സൈഡ് ടാപ്പാണ്. വേറെ എന്തെങ്കിലും ഒട്ടിച്ചാൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഡബിൾ സൈഡ് ടാപ്പാണ് കേട്ടോ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വാൾ പോസ്റ്ററാണോ CD പെയിൻറ്റിംഗ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കരുത്. എനിക്ക് വാൾ പോസ്റ്ററാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.